മിന്നോ എന്താണ് രാവിലത്തേക്ക് എന്നാ വേണ്ടിയേ ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ ലേശം പൊങ്കലുമായി കൊണ്ടുവന്നാലോ? പൂരി ബാജി അതും വേണ്ട. പിന്നെ ഇവിടുത്തെ വെറൈറ്റി ഇഡ്ഡലി സാമ്പാർ അതും വേണ്ട. പിന്നെ ദോശ ചട്ടണി അതൊന്നും വേണ്ട. വട ഉഴുന്ന് വട പരിപ്പ് വട നല്ല ചിക്കൻ കറിയും പത്തിരിയും തിന്നാൻ പൂതിയാണ്. അതിനിപ്പോ കൊടുവള്ളി തന്നെ പോണ്ടി വരും മോളെ. ചെന്നൈയിൽ എനിക്ക് ചിക്കൻ കരിയും പത്തിലും ഒന്നും കിട്ടൂല. എന്താക്കൂ? തലക്കാലം ഞാന് പൊങ്കൽ വാങ്ങി വന്നാലോ? വേണ്ട. നമ്മക്ക് മേങ്കി ഉണ്ടാക്കിയാലോ? അതുണ്ടാക്കാൻ പൊടികളൊന്നും വേണ്ടേലോ. ഇവിടെ അത്യാവശ്യം ഒരു പിന്നെ ഇതുണ്ട് അടുപ്പും ഉണ്ട്. വെളിച്ചെണ്ണ ഒന്നും വേണ്ടാണ്ട് ഉണ്ടാക്കല്ലേ നമ്മള്. അതിപ്പോ അതേ ഉള്ളു നോക്കിട്ട്. മേങ്കി ഉണ്ടാക്ക, നല്ല പാൽ ചായ ഉണ്ടാക്ക. അപ്പോ ഇവിടെ റൂമിന്ന് കുക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നാ. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവള് പറഞ്ഞ പോലെ നമുക്ക് കറി കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ എല്ലാ പൊടികളും വേണ്ട അല്ലേ? ഇപ്പൊ എല്ലാ പൊടിയും വാങ്ങിയിട്ട് കുറച്ച് ദിവസത്തേക്ക് വന്നാൽ നമുക്ക് അതൊന്നും മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കില്ല. പക്ഷെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അത്ര പിടിക്കുന്നില്ല കേട്ടോ. കാരണം പത്തിരിയൊക്കെ തിന്ന് ശീലിച്ചല്ലേ. നമ്മളെ പോലെ പിന്നെ കിട്ടുന്ന തിന്നുക എന്നുള്ളതൊന്നും ഓലിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് പിന്നെ പത്തിരി വേണമെന്നുള്ള ഭയങ്കര. അപ്പോൾ പത്തിരി എന്തായാലും കിട്ടൂല. മാഗി ഇവിടെ നാട്ടിലത്തെ മാഗി കിട്ടുമോന്ന് അറിയൂല കേട്ടോ. തമിഴ്നാട് മാഗി ആയിരിക്കും. പറ്റുവോ? വിടൂലെന്നാ. എന്നാ പിന്നെ ഞാൻ മാഗി പോയി വാങ്ങി വരാം. ചായ വേണല്ലേ? ചായ പാർസൽ വാങ്ങണല്ലോ. ഇവിടുത്തെ ചായ ഇല്ലേ ഇത്ര ഉള്ള ഗ്ലാസ് അങ്ങക്ക് അറിയാലോ. അത്ര ഉള്ള ഗ്ലാസ് ഉണ്ടാവും 10 റുപ്യ. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് നല്ലോണം 2-3 ഗ്ലാസ് ചായ കുടിച്ച് ശീലിച്ചിട്ട് ഇവിടുത്തെ ചായ കുടിക്കാനാണില്ല. കാരണം ഇപ്പൊ ഒരു 5 ഗ്ലാസ് വേണേൽ 50 റുപ്യ ആവും ചായക്ക് അല്ലേ എന്ന് പറഞ്ഞ പോലെ. ചെറിയ ചെറിയ ഇത്രയുള്ള ഗ്ലാസ് ആയിരിക്കും. അതെ, ഐസ്ക്രീം കപ്പിലാണ് ഇവിടെ ചായ. അതങ്ങനെയാ ഇവിടെ. ജസ്റ്റ് ഒരു മോളൽ ഇവര് 5 മിനിറ്റ് ചായ കുടിക്കുകയാണല്ലോ ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒരു മോളൽ അത്രേ ഉള്ളൂ. നമ്മളെ പോലെയല്ല. അപ്പൊ നമുക്ക് ഇവിടെ ചായ എന്തായാലും ഒന്ന് ഉണ്ടാക്കല്ലേ? അപ്പൊ ചായ ഞാൻ എന്നാലും അതൊക്കെ വാങ്ങി വരട്ടെ. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഇതാ ലോഡ്ജ് റൂമിൽ ഇതാ കുക്ക് ചെയ്യാൻ പോവാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോഡ്ജ് റൂം എന്നൊക്കെ പറയാ. നമുക്ക് തംബ്നെയിൽ അങ്ങനെ കൊടുക്കാം. ചരിത്രത്തിൽ ആദ്യമായി ലോഡ്ജ് റൂമിൽ ഇതാ കുക്ക് ചെയ്യാൻ പോവുകയാണ് എന്നാറ്റോ. ഇവിടെ എല്ലാ റൂമിലും എല്ലാരും കുക്ക് ചെയ്യുന്നതാണ്. ഞാൻ പോയി വരാട്ടാ. വെറുതെ വേണോ? ഓക്കെ. എന്നാ മോളെ ഐറ്റംസ് ഒക്കെ കിട്ടിയോ? അതിതാ എന്തൊക്കെയാണ് നമുക്കിവിടെ നിരത്തി വെക്കാം. ഇത് നോക്കാം. ഇതാ 12 റുപ്യേൻ്റെതാണ് കേട്ടോ മാഗിയുള്ള 4 എണ്ണം വാങ്ങിക്ക്. 2 അനക്കും 2 എനിക്കുവാണേ. ഇതാ പിന്നെ ഇതാ ഒരു ചെറിയ പാക്കറ്റ് ചായപ്പൊടിയും 10 റുപ്യേൻ്റെ ഒരു പാലും വാങ്ങിക്ക്. നമുക്ക് ഉണ്ടാക്കല്ലേ? ഓക്കെ. അത് സാരല്ല, ഞാൻ ഉണ്ടായിക്കോളൂടാ. അത് ശരിയാണ്. നമുക്ക് ഇവിടെ പരിചയം ഇല്ലാലോ. അപ്പൊ മാത്രല്ല ഗ്യാസിന് പിന്നെ ഇവിടെ ഒരു സ്ക്രൂ കഴിഞ്ഞ് വയ്ക്കാം. ഒന്ന് റെഡി ആയിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവക്ക് ഇങ്ങനത്തെ അടുപ്പിഞ്ഞ് ഇതുവരെ കണ്ടില്ല. ഒറ്റ ഗ്യാസുള്ള. അത് ശരി. അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ വിവിധ തരത്തിലുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ. ചോറ് വെക്കുന്ന ചെമ്പ് മുതൽ പ്ലേറ്റ്, ഗ്ലാസ്, അത്യാവശ്യം നമുക്ക് സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളുണ്ട്. എല്ലാ റൂമിലും ഇങ്ങനത്തെ സംഭവം ഉണ്ടാവും കേട്ടോ. നമുക്ക് ചീൻചട്ടിയിലാക്കാം അല്ലേ? കുക്കറില്ല. കുക്കറൊക്കെ വേണ്ടിയോല് ഓരോരുത്തർ പോലും വാങ്ങിക്കൊള്ളണം. അതെന്താക്കുക? അതും തന്നെ പൊടിച്ചാളിയാ. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഇതാ നമുക്ക് ചായപാത്രം നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങ് എടുത്തു വെക്കാം. ചായപാത്രം ഇങ്ങ് എടുത്തു വെക്കുക. നിങ്ങൾ എക്സോ റൗണ്ടൊക്കെ വാങ്ങി വെച്ച് കിട്ടാ. പാത്രം നല്ലോണം കവ്വ പോന്നേരം അതങ്ങ് എടുക്കണം. പിന്നെ നമുക്ക് എന്താ അവിടെ ഉള്ള വാങ്ങിക്ക്. പിന്നെ ഇതാ ഈ ചീൻചട്ടിയിലാക്കാല. ഇന്ന് ചീൻചട്ടി അവിടെ ഉള്ള കാരണം
ഈ ചീൻചട്ടിയിലാക്കാം നമുക്ക്. ഈ ചീൻചട്ടിയിലായിരിക്കും ഇവിടുന്ന് വലിയ കറിയൊക്കെ വെക്കാം. ചോറും കറിയും അങ്ങനെ അത്യാവശ്യം വെക്കാനുള്ള ഒരു പാത്രങ്ങളാണല്ലോ. ഇതിന്റെ മൂടിയൊക്കെ ഉണ്ട്. ഇത്രയും പാത്രം കൊണ്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ജീവിക്കാന്നുള്ളത് ഇവിടെ വന്നേരം അറിഞ്ഞിട്ടാ. നമ്മളാടൊക്കെ ഇതെത്ര പാത്രം ഉണ്ട് പിന്നെയോ ഇല്ലേ? ഇത്രയും ഐറ്റംസ് മതി കേട്ടോ ഒരു കിച്ചണില് ശരിക്കും കൂളായിട്ട് ഭക്ഷണം ഉണ്ടാക്കാം. ചീൻചട്ടിയും ചെമ്പു, പിന്നെ കുറച്ച് മൂടികളും, പിന്നെ ചെറിയൊരു വേറൊരു പാത്രം കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് എങ്ങനെ ഇതാ പാത്രങ്ങൾ വേറെ ഉണ്ടടാ. അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ്സും ഒക്കെ ഉണ്ട്. 2 പൊളിയുന്ന പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസും പൊളിയുന്ന ഗ്ലാസും ഒക്കെ ഉണ്ട്. അതുണ്ട്. മറിച്ചിട്ട് അത് കാര്യമില്ലല്ലോ. പത്തിരി പൊടിയും പത്തിരി ഇതൊക്കെ വേണ്ടേ. എന്നാ പിന്നെ നമുക്ക് തൽക്കാലം ഇപ്പം പത്തിരിയാന്ന് വിചാരിച്ചിട്ട് മാഗി ഉണ്ടാക്കി ആട്ട് തിന്നാലേ. ഓക്കെ, അപ്പൊ ഗ്യാസ് കത്തിച്ചിട്ട് ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ഇതാ 5 ലിറ്ററിന്റെ വെള്ളത്തിന്റെ ക്യാൻ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ലേശം വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. എന്താ പിന്നോ ഗ്ലാസ് അളവ് വേണം വെള്ളം. വലിയ ഗ്ലാസ് ഇല്ലേ പൊട്ടുന്ന, അതില് 2 എണ്ണം എടുക്ക. ഞാൻ അങ്ങനൊക്കെ ഉണ്ട്. ആട്ടിട്ടാ പോരെ. അപ്പൊ കൊറേ വെള്ളമായി പോയാ അത് വെന്ത് അലിഞ്ഞു പോവില്ലേ. അങ്ങനെ ഉണ്ട് അല്ലേ. നമുക്ക് സൂപ്പ് ആക്കാനും. മാഗി സൂപ്പ് ഇങ്ങനെ ഉണ്ടാവും. അതല്ലാക്കെ ഇത് പിന്നെ 2 എണ്ണം വേറെ വേറെ ഉണ്ടാക്കുന്ന ഒന്നായിട്ടോ. എനിക്ക് വേണ്ടി ഇനി എടുത്തോ. എനിക്ക് ഇനി എടുത്തിട്ട് ബാക്കിയുള്ള മതി. എന്താ എങ്ങനെയുണ്ടത്? നന്മയുള്ള ലോകമേ എന്നുള്ളൊരു പാട്ട് പാടണ. ഉത്തമ ഭർത്താവ് എന്ന് അറിയല്ലോ. ഇതാ ഒരു ഗ്ലാസ് ഇത് ഫുള്ള് ഒഴിക്കാനാ വെള്ളം. ഇറ്റാ 2 ഗ്ലാസ് ഒഴിക്കണ്ടേ? ഓക്കെ ഓക്കെ, ഒരു ഗ്ലാസ് ഒഴിച്ചു. ഇനി ഒരു ഗ്ലാസും കൂടെ. പിന്നെ മാഗി ഇടാനായോ? അങ്ങനെ ഗൈസ് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഇതിൽ പാർന്നിട്ട് മാഗി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു ടഫ് റെസിപ്പിയാണ് കേട്ടോ. അല്ല 2.5 ടഫ് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഇവർക്ക് മിസ്സായി പോകും. അതുകൊണ്ട് എല്ലാവർക്കും നല്ല സൂക്ഷ്മമായിട്ട് നോക്കിക്കോ. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അടുത്ത് എന്താ ഇടേണ്ടത് എന്നുള്ളത് മാഗി ഒരു ഭയങ്കരമായ എന്താ നോക്കി പഠിച്ചോ. കൊടുവള്ളിക്കാരി മിന്നുവിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ ആരതാ? അത് തിളച്ചിട്ട് അതിൽ പൊടിയാ ഇടണ്ടിയ? ഞാൻ പൊടിയാടല്ലേ. എല്ലാരും മേങ്കി ആദ്യം ഇടല്. പൊടി ഇട്ടാലല്ലേ എല്ലാം മിസ്സാവും. ഇതെല്ലാം പൊട്ടിച്ചോണ്ട് ആദ്യം 4. ഓക്കെ, അപ്പൊ 4 ഒന്ന് പൊട്ടിക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോ തൽക്കാലം ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇതിൽ നല്ല മാഗിയിലുള്ള എല്ലാ പൊടികളും ചൂട് വെള്ളത്തിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ്. ടഫാണ് കേട്ടോ ഇത്. എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കോളെ. ഇളക്കുന്ന സ്റ്റൈലൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടോ. കണ്ണിയമ്മമായിരിക്കും ഞാൻ അടുത്ത പൊടിയിലിടുന്നുണ്ടാവും. അപ്പൊ അത് കാണാണ്ടിരുന്ന ടേസ്റ്റ് മൊത്തം മാറില്ല. പിന്നെയോ ദൈൽ ഇത് ഇടട്ടെ. ഇനി ഇതിടാൻ വയ്ക്കോ. നല്ലോണം തിളച്ചിതാണോ? ഓ, തിളച്ചിക്ക് ഇങ്ങനെ പൊടി മൊത്തം അതില് വെള്ളത്തിലുണ്ട്. ഓക്കെ, ഇനി മാഗി ഇടുകയല്ലേ. ഈ കയ്യിലൊന്ന് പിടിച്ചേ. ഇവിടെ ഇങ്ങനെ പിടിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങളിതാ. അപ്പൊ ഫ്രണ്ട്സ്, മാഗി ഇതാ ഞങ്ങൾ പ്ലേറ്റിലാക്കി വെച്ചിക്ക്. ഇനി അത് നല്ല രീതിയിൽ ഓരി വെക്കണം. പിന്നോ കറക്റ്റ് ഓരി ആയിരിക്കണം കേട്ടോ. ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ പാടില്ല. അതേപോലെ തന്നെ ഇതാ ഞങ്ങള് ആദ്യമായിട്ടായിരിക്കും 1 പേക്ക് പാല് കൊണ്ട് ചായ ഉണ്ടാക്കുന്നത്. സാധാരണ കുറച്ചെടുത്തിട്ട് ബാക്കി വെള്ളം മിക്സ് ചെയ്യാലോ. അവിടെ പാൽ ഇവിടെ വെച്ചിട്ട് വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഫുള്ളായിട്ട് എടുത്തതാണ് കേട്ടോ. ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ റൂമില്. ഇല്ല പിന്നോ ഉഷാറായില്ല. ഈ പഞ്ചാര എടുത്ത് വെക്കുക. പഞ്ചാര ഇതാ കടക്കാർക്കും ലാഭം ഞമ്മക്കും ലാഭം എന്ന് പറഞ്ഞ രീതിയിലാണ്. ഈ പാക്കറ്റ് പഞ്ചാര 10 റുപ്യാറ്റാ. അപ്പോൾ അല്ല 10 20 ആറ്റാ. ഓലിക്കും പ്രശ്നമല്ല. നമുക്ക് 2-3 ദിവസത്തേക്ക് ഇത്ര മതിയല്ലോ. ഓലിക്കും ലാഭം ഞമ്മക്കും ലാഭം. ഇനി ചായപ്പൊടി എടുത്ത് എരിയത്ത് വെക്കലാ. പെട്ടെന്ന് പതച്ചൂട്ടാലാവൂലോ. അപ്പോൾ ചായപ്പൊടി എടുത്ത് ഓ ആയിക്കോട്ടെ, ആയിട്ട് വിളിക്കാം. ഇപ്പൊ ഫ്രണ്ട്സ്, ചായ ഇതാ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാല് കൂടുതലാണ്ട് നല്ല വെള്ള കളർ തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല ചായപ്പൊടിയാന്ന് തോന്നുന്നേ. ഓ ചായപ്പൊടി അത്യാവശ്യം ഇട്ടക്ക്.
കുറച്ച് ഇടണോ? നല്ലോണം ഇടണോ? നല്ല കടുപ്പം വേണ്ടല്ലോ. അടുപ്പം വേണ്ട, ഒരു ലൈറ്റ് ആയ പോലെ നിക്കട്ടെ അല്ലേ? പതച്ച് പതച്ച് ഓഫ് ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളിതാ സ്പെഷ്യൽ ഡിഷ് ഗുൽഫാദ് ഗുൽഫൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മാഗി എന്നൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇത് ഉണ്ടാവില്ല. ഇന്നോ ഇത് വെറൈറ്റി പേര് ഇടണം നമുക്ക്. എന്നാ ഇടുവാ? എന്തെങ്കിലും ഇടാ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ് കേട്ടോ. കാരണം നമ്മൾ ടോട്ടൽ 4 പാക്കറ്റ് മാഗി എടുത്ത് ഇത് കറക്റ്റ് ശരി. അതെ, ശരിക്കും ഇത് പാർട്ടീഷൻ ചെയ്യണം. ഒരണുവീണ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോകരുത്. എന്ത് പറയുന്നത്? ഇവിടെ കച്ചറയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു സന്തോഷം, ഒരു ഗ്ലാസ് നിറച്ച് ചായ ഇന്നയാള് കുടിക്കാൻ പോവാണ് കേട്ടോ. ഇല്ല പിന്നെ സാധാരണ ഇത്തിരി ചായ അല്ലേ നമുക്ക് കിട്ടും. ഇതാ ശരിക്കും ഒരു ഈ 2 ചായ എത്ര ഉറുപ്പ്യൻ്റെ ചായ ഉണ്ട് അറിയാം. എനിക്ക് 100 ഉറുപ്പ്യൻ്റെ ചായ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ലേശം ബാക്കിയുള്ള കൊണ്ടുപോയി പുറത്ത് ബ്ലാക്കിന് വിറ്റാലോ? 5 ഉറുപ്പ്യക്ക്. ഇവിടെ 10 ഉറുപ്പ്യല്ലോ ഓല് വരുന്നത്. ചായ 5 ഉറുപ്പ്യൻ്റെ ചായ എന്നിട്ട് എന്താ എങ്ങനെയുണ്ട്? അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങളിതാ ഇത് കണ്ണ് ചിമ്മാണ്ട് നിങ്ങൾ നോക്കിക്കോട്ടോ. നിങ്ങൾ പാർട്ടീഷൻ ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഫ്രണ്ട്സ് ആകെ മൊത്തമുള്ള മാഗി. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇന്നോ ശ്രദ്ധിച്ചോളെ. ഞാൻ നല്ലോണം കകിയതാണ്, അതുകൊണ്ട് ആരും ലേശം ചൂടുണ്ട്. ഇല്ല. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ 2ആയി പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഇത് മിന്നുവിനും ഇത് എനക്കും എന്നുള്ള രീതിക്ക്. മിക്കവാറും ഇവളെ കാര്യം എന്ന് വെച്ചാൽ ഇവക്ക് ഇപ്പം ഇത്ര കൊടുത്തല്ലോ, ഇവൾ ഇത്ര തിന്നിട്ട് ബാക്കി കാക്ക തിന്നുവോന്ന് ചോദിക്കും. ഇല്ല, അതുകൊണ്ട് പാർട്ടീഷനിലൊന്നും വലിയൊരു കാര്യമില്ല. അത് ചെലപ്പോ ഉണ്ടാവും. അതുകൊണ്ട് വേഗം തിന്നോ. അത് പിടിച്ച് വെക്കണ്ടടാ. ഇങ്ങനെ അവിടെ സൈഡിൽ വെക്കാം നമുക്ക്. ഓക്കെ, ബാക്കി ചായ ഉണ്ട്. പ്രതല വിസ്തീർണം കൂടുമ്പോൾ ബാഷ്പീകരണ വേഗത കൂടുന്നു. അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ചായയിൽ പാർന്നു വെക്കണം. അതിൽ തന്നെ വെച്ചാൽ വേഗം തണിഞ്ഞു പോകും. എന്നാ കഴിച്ചോ. എങ്ങനുണ്ട് നോക്ക്. എങ്ങനുണ്ട്? ഇഷ്ടണ്ടാ? അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. അപ്പൊ മക്കളെ, ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ്. നല്ല അടിപൊളി മാഗിയും ചായയും. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിർത്തുകയാണ്. പിന്നെ ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോകും. ഇനി ചെന്നൈയിൽ ഔട്ടിംഗ് ഒക്കെ പോലെ ചുരുക്കമായിരിക്കും. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കടേൻ്റെ പർച്ചേസ് മൊത്തം കഴിഞ്ഞ് ഇനി അതിൽ റേറ്റ് ഇടലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് 2 ദിവസം കൊണ്ട് പോകില്ല. പിന്നെ പർച്ചേസിന് പോകുമ്പോൾ ഓരോന്നും വാങ്ങിക്കൊടുത്ത് കൊടുത്ത് സോപ്പിട്ട് വെച്ചതാട്ടോ മിന്നൂന. എന്നാ വെക്കല്ലേ, നമ്മള് നിർത്തുകയല്ലേ? അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയ ഒരു നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ. എപ്പോ നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ അതുവരേക്കും ബൈ. മാഗി വരണ്ട കൈ കൊണ്ടാണ് ബായ് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.